ഈ 1494 ട്രീറ്റി ഓഫ് ടോഡേസിലിയുണ്ട്, അതായത് നോൺ ക്രിസ്ത്യൻ വേൾഡ് രണ്ടായിട്ട് വിഭജിച്ച് സ്പെയിനും പോർച്ചുഗലും ഈസ്റ്റും വെസ്റ്റുമായിട്ട് ഡിസ്കവർ ചെയ്യാൻ. അതായത് നോൺ യൂറോപ്യൻ പാർട്ടായിട്ട് വരുന്ന ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് രണ്ടും രണ്ടായിട്ട് ഡിസ്കവർ ചെയ്യാൻ. അപ്പം പോർച്ചുഗൽ എന്ത് ചെയ്തു, പറഞ്ഞു അവർ ഈസ്റ്റ് ഡിസ്കവർ ചെയ്യാന്ന്. അതുപോലെ സ്പെയിൻ എന്ത് ചെയ്തു, വെസ്റ്റ് ഡിസ്കവർ ചെയ്യാന്ന്. അതുകൊണ്ട് സ്പെയിനാണ് ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസൊക്കെ വന്നിട്ട് ആദ്യം ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും ചില ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ സ്പാനിഷ് സംസാരിക്കാറുണ്ട്. ഇനി പോർച്ചുഗൽ എന്താ, ഇന്ത്യയിൽ വന്നിട്ടാണ് മെയിനായിട്ട്. ഈസ്റ്റിൽ എന്ന് പറയുമ്പോൾ അന്ന് ഇന്ത്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇന്ത്യയിലേക്ക് പോർച്ചുഗൽ ഇവിടുന്ന് വരാൻ ഈ ഒരു റൂട്ട് പറ്റില്ലായിരുന്നു. കാരണം ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ ഒട്ടോമൻ എംപയറിൻ്റെ പവറിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഈ ട്രീറ്റി ഓഫ് ടോർഡേസിലിയൻ്റെ മുമ്പേ തന്നെ 1494 ബർത്തലോമിയോ ഡിയാസ് ഈ ഒരു ഭാഗം ക്രോസ് ചെയ്തിരുന്നു. ഇതിനാണ് പറയുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് റൗണ്ട് ചെയ്തിരുന്നു. പക്ഷേ 1498 വാസ്കോ ഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പും ക്രോസ് ചെയ്തിട്ട് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തത്.